ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഓഡിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഹൊറർ മൂവി മാത്രമല്ലാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലും ഈ ഒരു മൂവി നമ്മളെ കൊണ്ടുപോകും. ട്വിൻ സിസ്റ്റേഴ്സിലെ ഒരാൾ കൊലപ്പെടുന്നു, പക്ഷേ മറ്റൊരാൾക്കാണെങ്കിൽ കണ്ണും കാണാൻ കഴിയത്തില്ല. ആ ഒരാൾക്കാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? തന്റെ സഹോദരിയെ കൊന്ന ഒരാളെ കണ്ണ് കാണാൻ കഴിയാത്ത ഈ ഒരു സഹോദരി കണ്ടുപിടിക്കുകയോ ഇല്ലയോ എന്നെല്ലാം ഒരു ഹൊററും മിസ്റ്ററിയും ചേർന്ന് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെയും ത്രില്ലടിപ്പിച്ചിരുന്ന ഒരു മൂവിയാണിത്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഹൊറർ മൂവീസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി കണ്ടോ. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ ഒരു വലിയ കാടിന് നടുവിലായിട്ട് ഒരു വലിയ വീട് കാണിക്കാണ്. സാധാരണ നമ്മൾ ഹൊറർ മൂവീസ് കാണുമ്പോഴത്തേക്കും അതിൽ കാണിക്കുമല്ലോ ഒരു വീട്, അതുപോലുള്ളൊരു വീട് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു വീടിനകത്ത് ഡാനി എന്ന് പറഞ്ഞൊരു പെണ്ണ് ഇപ്പോൾ ഈ ഒരു തടി കൊണ്ടുള്ള എന്തൊക്കെയോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു വീടിനകത്ത് തടി കൊണ്ടുള്ള ഒരുപാട് വർക്കുകൾ അവൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഡോർ എന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. അങ്ങനെ അതും ചെയ്തിട്ട് നേരെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഒരു മഞ്ഞ കളറിലുള്ള ഒരു ടെന്റ് ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു ടെന്റിന്റെ പുറകിലായിട്ട് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ഒരു ക്യാമറയാണെങ്കിലോ ഈ ടൈമർ സെറ്റ് ചെയ്തതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു മെന്റൽ ഹോസ്പിറ്റൽ പോലുള്ള സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ വെളിയിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതേസമയം ഉള്ളിൽ നിന്ന് നേഴ്സ് പോലെ ഒരാൾ ഇറങ്ങി വന്നിട്ട് നീ എന്തിനാ വെളിയിരിക്കുന്നേ, അകത്തേക്ക് പോകാൻ പറയുന്നതും അയാൾ അകത്തേക്ക് കയറി പോകുന്നു. അതേസമയം ആ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോ ആയിട്ടുള്ള ടെഡ്, അവനാണ് ഈ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ. അങ്ങനെ അവൻ റൂമിലിരിക്കുന്ന അതേസമയം അവനൊരു ഫോൺ കോൾ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോൾ അത് ഡാനിയാണ്, വേറെ ഒന്നുമല്ല ടെഡിന്റെ ഭാര്യയാണ് ഡാനി. അപ്പൊ അവൻ ചോദിക്കും, അല്ല ഈ ഒരു സമയത്ത് എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ദേ നോക്ക്, ഈ ഒരു വീട്ടിൽ എവിടെയും സിഗ്നൽ കിട്ടുന്നില്ല. ഞാൻ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്ത്, വീടിന്റെ മുകൾ ഭാഗത്ത് മാത്രമേ സിഗ്നൽ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നീ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആഹാരം എല്ലാം കഴിച്ചു, ഇനിയിപ്പോ ഒന്ന് മാർക്കറ്റിലേക്കെല്ലാം പോകണം. ശരി, നാളെ എന്റെ സിസ്റ്ററിനെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഡാർസിയെ നോക്കാനായിട്ട് അവളെ കൊണ്ട് തന്നെ കഴിയും, അതുകൊണ്ട് നീ എന്തായാലും അതൊന്നും വലിയ കാര്യമാക്കണ്ട, അതുകൊണ്ട് നീ എന്തായാലും കഴിച്ചിട്ട് കിടന്നോ, ഞാൻ രാവിലെ തന്നെ വരാം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് രാത്രിയിൽ ജോലിക്ക് പോയിട്ട് പകലായിരിക്കും അവൻ എപ്പോഴും വീട്ടിൽ വരുന്നത്. അതേസമയം ഇവിടെ ഡാനി ആണെങ്കിലോ അവളുടെ സിസ്റ്ററിനെ വിളിച്ചിട്ട് ഹേ ഡാർസി, വി ആർ കണക്റ്റഡ് എന്നിങ്ങനെ പറയുന്നതും ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഡാനി ഇപ്പോൾ എന്തോ ഒരു കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിലേക്ക് വരികയാണ്. അങ്ങനെ ഡാനി നടന്ന ആ ഒരു കാറിനടുത്തേക്ക് വന്നിട്ട് അത് തുറന്ന് എന്തോ ഒരു കാര്യം എടുക്കാനായിട്ട് വരുമ്പോൾ അവളുടെ പുറകിൽ ആരും നടക്കുന്നത് പോലെ അവൾ പെട്ടെന്ന് ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്കും ആരെയും കാണാനില്ല. അതുപോലെ അവൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഡോർ തുറന്നു വെച്ചിട്ടാണ് വെളിയിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ശബ്ദം കൂടി കേട്ടതുകൊണ്ട് പെട്ടെന്ന് വീടിനകത്തേക്ക് പോയിട്ട് ആ ഒരു ഡോറും നല്ല രീതിയിൽ അടച്ച് താക്കോലെല്ലാം വെച്ച് ഇങ്ങനെ പൂട്ടിയേക്കാണ്. അങ്ങനെ വീടിനകത്ത് നിൽക്കുമ്പോൾ ആ ഒരു ഡോറിന് വെളിയിലായിട്ട് ആരോ നിൽക്കുന്നത് പോലെ, അതുപോലെ ആ ഒരു ഡോറിലാണെങ്കിൽ ചെറിയൊരു ഡോറുണ്ട്. അതിങ്ങനെ തുറന്നു മാറ്റി വെളിയിലേക്ക് നോക്കുമ്പോൾ വെളിയിൽ നിന്ന് ഒരുത്തൻ അകത്തേക്ക് ഇങ്ങനെ നോക്കാണ്. അവന്റെ ഒരു കണ്ണാണെങ്കിൽ നോർമലായിട്ട് ഇരിപ്പുണ്ട്, മറ്റൊരു കണ്ണ് പൂച്ചക്കണ്ണ് പോലെ ഇരിക്കുന്നു. അപ്പൊ അവൻ പെട്ടെന്ന് നമ്മുടെ ഡാനിയോട് പറയും, പ്ലീസ് നിങ്ങൾ ഡോർ തുറക്കണം, നിങ്ങൾക്ക് ഇപ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഡാനി ചോദിക്കും, അല്ല നീ ആരാ, അതൊക്കെ വിട്, നിങ്ങൾ എന്തായാലും ഡോർ തുറന്നേ പറ്റൂ, കാരണം നിങ്ങൾ കാറിലെ ആ ഒരു കാര്യം എടുക്കാൻ പോയപ്പോൾ ഡോർ തുറന്നു വെച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ ഒരാൾ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്, അത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഡാനി ചോദിക്കും, അല്ല ഇതെങ്ങനെയാ ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഫേക്ക് ആണെങ്കിലോ? അപ്പോൾ അവൻ പറയില്ല, ഞാൻ പറയുന്നത് സത്യമാണ്, നിങ്ങളുടെ വീടിനകത്ത് ആരും ഉണ്ട്, നിങ്ങൾക്ക് അത് അപകടമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡോർ തുറക്കാൻ പറയുമ്പോൾ ഡാനി പറയും, അതൊന്നും ഞാൻ ചെയ്യത്തില്ല, എന്തായാലും എന്റെ ഭർത്താവ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ അവൻ പറയും, നിങ്ങളുടെ ഭർത്താവ് രാവിലെ മാത്രമേ വരത്തുള്ളൂ, അതെനിക്കറിയാം, ആ ഒരു കാര്യം നിനക്കെങ്ങനെ അറിയാം, അത് നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു, അതുകൊണ്ട് എന്നെ വിശ്വസിക്കുക പ്ലീസ്. ആ ഒരാൾ ഇപ്പോഴും അകത്ത് തന്നെയുണ്ട്. കഥക് തുറക്കാൻ പറയുമ്പോൾ, അല്ല കഥക് തുറന്നു കഴിഞ്ഞാൽ നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നെ, അകത്തേക്ക് വന്നിട്ട് ഞാൻ എന്തായാലും ചെക്ക് ചെയ്യും അവിടെ ആളുണ്ടോ ഇല്ലയെന്ന്. ചെക്ക് ചെയ്തിട്ട് ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അവള് പറയും, ഇല്ല ഞാൻ തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ വിളിച്ച് ചോദിക്കുകയാണ്. ഈ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഉള്ളിലുള്ളവ എന്തായാലും അത് സമ്മതിക്കോ? ഒരിക്കലുമില്ല. അപ്പൊ അവൻ പറയും, പ്ലീസ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, എന്നെ അകത്തേക്ക് വിട്ടാൽ മതി, ഡോർ തുറക്കുന്നു പറയുമ്പോൾ അവൾ പറയും, ഇനി നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കും എന്ന് പറയുമ്പോൾ അവൻ പറയും, ശരി അങ്ങനെ ചെയ്യും, അതാണ് നല്ല കാര്യം, പോലീസ് ഇവിടെ വരട്ടെ. അപ്പോൾ പറയും, എന്റെ ഫോണാണെങ്കിൽ കാറിൽ വെച്ചേക്കാണ്, കാറിൽ വന്ന് നോക്കിയപ്പോൾ ഫോണില്ല, അല്ല നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയില്ല, ഫോൺ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഡാനി ആണെങ്കിലും പെട്ടെന്ന് ഓക്കെ ഇനിയിപ്പോൾ അവൻ പറഞ്ഞതുപോലെ ചെയ്യാന്നും പറഞ്ഞ് ഡോർ തുറക്കാനായിട്ട് വരുന്നതും ഇവിടെ നമ്മുടെ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കാണ് ഓഡിറ്റി. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു റൂമിനകത്ത് ഒരുത്തനെ കാണിക്കാണ്. അവനാണെങ്കിൽ ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അതില് നേരത്തെ കാണിച്ച ഒരു പൂച്ചക്കണ്ണനുണ്ടല്ലോ, അവനെയും വരച്ചിട്ടുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ഇപ്പൊ പുതിയൊരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം വെളിയിൽ ഡോറിൽ ആരോ തട്ടുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. ആരാണെന്ന് അറിയാൻ വേണ്ടി അവൻ അവിടേക്ക് വരുന്നതും വെളിയിൽ നിന്ന് നല്ല രീതിയിൽ ശബ്ദം കേൾക്കുമ്പോൾ ഇവൻ പേടിച്ച് കട്ടിലിനടിയിലേക്ക് പോയി ഒളിച്ചിരിക്കുകയാണ്. ഓക്കെ, നീ എന്തായാലും പേടിക്കണ്ട, പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് ഡോർ തുറന്നിങ്ങനെ നോക്കുന്നതും
കാണിക്കുമ്പോൾ വെളിയിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. അവന്റെ തലയാണെങ്കിൽ പൊട്ടിച്ചിതറിയ അവസ്ഥയിൽ. അങ്ങനെ അവിടെ കിടക്കുന്ന ആ ഒരു രക്തത്തിൽ നിന്നും ഇവനൊരു കാര്യം ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കാണ് അതൊരാളുടെ ഫേക്ക് ആയിട്ടുള്ള കണ്ണാണ്. ഇത് വേറെ ആരുമല്ല, നേരത്തെ കാണിച്ച ആ ഒരു പൂച്ചക്കണ്ണുണ്ടല്ലോ, അവന്റെ കണ്ണാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മരിച്ചു കിടക്കുന്നത് അവനാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഡാനിയുടെ സഹോദരി ഡാർസി ഉണ്ടല്ലോ, അവരെയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ മൂവിയിലെ സെക്കൻഡ് ഹീറോയിൻ. അതുമല്ല ഡാർസിക്കാണെങ്കിൽ കണ്ണ് കാണാൻ കഴിയത്തില്ല. അതുമല്ല ഡാൻസ് ഇപ്പോൾ ഉള്ളത് ഒരു ആന്റിക് ഷോപ്പിലാണ്. ഈ പഴയ കാര്യങ്ങളൊക്കെ വിൽക്കുമല്ലോ, പഴയ സാധനങ്ങളൊക്കെ, അതൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ്. ആ ഒരു ഷോപ്പാണ് അവൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവിടേക്ക് ടെഡ് ഇങ്ങനെ കയറി വരികയാണ്. അങ്ങനെ അവനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം കണ്ടിട്ട് അവൻ അത്ര ഇഷ്ടപ്പെട്ടു. കാരണം കണ്ടു കഴിഞ്ഞാല് എന്തായാലും വാങ്ങിക്കാനായിട്ട് തോന്നും, ഇല്ലാന്നുണ്ടെങ്കിൽ എടുത്തോണ്ട് പോകാനെങ്കിലും തോന്നും. അപ്പൊ ടെഡ് ആണെങ്കിലും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡാർസി പറയും, ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കാണുമ്പോൾ എടുത്തോണ്ട് പോകാനായിട്ട് തോന്നും. ഞാൻ അറിയാതെ എന്തെങ്കിലും കാര്യം ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാനായിട്ട് നീ ശ്രമിച്ചു കഴിഞ്ഞാല് അതെല്ലാം ശപിക്കപ്പെട്ട സാധനങ്ങളാണ്. അതുകൊണ്ട് ഇത് ആരെടുത്തോണ്ട് പോകുന്നോ അവരുടെ ജീവിതം പിന്നീട് ഒരിക്കലും നല്ലതുപോലെ പോകത്തില്ല. ഇതിനു മുന്നേ ഒരുത്തൻ ഇവിടെ നിന്നൊരു കാര്യം എടുത്തോണ്ട് പോയിരുന്നു. അവൻ തന്നെ ആ ഒരു കാര്യം തിരിച്ചിവിടെ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, എന്നിട്ട് അവിടെ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ഡാർസി പറയും, ഓക്കെ ശരി, നിന്റെ ജീവിതമെല്ലാം എങ്ങനെ പോകുന്നുണ്ട്, ഡാനി ഇപ്പോ നിന്റെ കൂടെ ഇല്ല എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് ഡാനി എന്ന് പറഞ്ഞിട്ട് ഡാർസിയുടെ ആ ഒരു സഹോദരി ഉണ്ടല്ലോ, അവള് മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ടെഡി പറയും, ഇപ്പൊ പതിയെ അവളെ ഞാൻ മറന്നുകൊണ്ടിരിക്കുകയാണ്, എന്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അവിടെ ടേബിളില് ഒരു ബെല്ലിരിപ്പുണ്ട്. അല്ല ഇതെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഡാർസി പറയുന്നത്, ഈ ഒരു ബെല്ലിന്റെ പുറകെ ഒരു വലിയ കഥ തന്നെയുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഒരു ബെല്ലിനെ പറ്റി ഇങ്ങനെ പറയാണ്. സത്യത്തിൽ ഈ ഒരു ബെല്ല് ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്ന ബെല്ലാണ്. ഈ ഒരു ബെല്ലെടുത്ത് ഒരു തവണ അടിച്ചു കഴിഞ്ഞാല് ഒരു ബെൽ ബോയ് പെട്ടെന്ന് തന്നെ വരും. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് ആ ഒരു ഹോട്ടലിലേക്ക് ഒരുത്തൻ കുടിച്ചിട്ട് വന്ന് ആ ഒരു ബെൽ ബോയിയെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം പുതുതായിട്ട് ഒരു ബെൽ ബോയിയെ ആ ഒരു ഹോട്ടലിൽ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ആ ഹോട്ടലിലുണ്ടായിരുന്ന ആ റിസപ്ഷനിസ്റ്റ് ആ ബെല്ലെടുത്ത് ഒരു തവണ അടിക്കുമ്പോൾ പുതുതായിട്ട് വന്ന ആ ഒരു ബെൽ ബോയ് അല്ലേ വരേണ്ടത്, പക്ഷെ അതിന് പകരം മരിച്ചുപോയ ആ ഒരു ബെൽ ബോയാണ് അവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാല് പ്രേതം വരുന്നു എന്നും പറഞ്ഞ് ഈ ഒരു ബെല്ല് ഇവിടെ കൊണ്ട് തന്നിട്ട് പോയതാണ് എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ടെഡി വെട്ടുന്നത് കേട്ട് ചിരിച്ചിട്ടാണ്, എന്ത് ബെല്ലടിച്ചാൽ ബെൽ ബോയ് വരൂ, നിങ്ങളെന്താ തമാശ പറയണോ? അപ്പോൾ ഡാർസി പറയും, ചിരിക്കണ്ട, അത് സത്യം തന്നെയാണ്. കാരണം ഈ ഒരു ബെല്ല് കയ്യിൽ വെച്ചിരുന്ന രണ്ടുപേരും ഇപ്പോൾ ജീവനോടെ ഇല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ വരുമ്പോൾ ഈ ഒരു ബെല്ലെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഡാർസി ആണെങ്കിലും തപ്പി പിടിച്ച് നേരെ റൂമിലേക്ക് പോയിട്ട് ആ ഒരു ബെല്ല് അവിടെ കൊണ്ടുവച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ടെഡ് എന്താ പറയുന്നത് വെച്ചാല്, ഡാനിയെ കൊന്ന ആ ഒരു കൊലയുടെ എന്തെങ്കിലും ഒരു ഭാഗം കൊണ്ടുവരാൻ പറഞ്ഞില്ലേ, ദേ അവന്റെ കണ്ണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പൂച്ചക്കണ്ണുള്ള എടുത്തുണ്ടല്ലോ, അവന്റെ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള കണ്ണ് അത് കൊണ്ടുവന്ന് ഡാർസിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അല്ല ഇതെല്ലാം നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഡാർസി പറയും, അതൊക്കെ ആവശ്യമുണ്ട്. അപ്പോഴേക്കും ടെഡി പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാണ്, സമയമില്ല. ഡാർസി പറയും, ഇല്ല കഴിച്ചിട്ട് പോവാന്ന് പറയുമ്പോൾ, ഇല്ലില്ല അത് വേറൊരു ദിവസമാട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട, അല്ല ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് ഇറങ്ങ്, ഞങ്ങൾ നിങ്ങളെ നല്ലതുപോലെ തന്നെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ, അല്ല നിങ്ങളോ? ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാന അവളെന്റെ ഗേൾഫ്രണ്ടാണ്, അവളിപ്പോ എന്നോടൊപ്പമാണ് താമസിക്കുന്നത്. അപ്പോൾ ഡാർസി ചോദിക്കും, അല്ല ഡാനി മരിച്ചിട്ട് ഇപ്പൊ കുറച്ച് മാസമല്ലേ ആയുള്ളൂ, അതിനു മുന്നേ നിനക്ക് മറ്റൊരു ഗേൾഫ്രണ്ട് എന്ന് പറയാൻ കഴിയത്തില്ല. ഡാനി മരിച്ച സമയത്ത് എന്നെ കൂടുതൽ ആശ്വസിപ്പിച്ചത് അവളാണ്. അതുകൊണ്ട് ഞാനും അവളായിട്ടാണ് ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വരാൻ തോന്നുന്നുണ്ടെങ്കിൽ വാ, ഞങ്ങൾ നിങ്ങളെ നല്ലതുപോലെ നോക്കാന്ന് പറഞ്ഞിട്ട് ടെഡ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഡാർസി ആണെങ്കിൽ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ടെഡ് കൊണ്ടുവന്ന ആ ഒരു കണ്ണുണ്ടല്ലോ, ആ ഒരു കണ്ണെടുത്ത് ടേബിളിന്റെ മുകളിലേക്ക് വെച്ച് അവളുടെ കയ്യിൽ ഗ്ലൗസ് എല്ലാം ഇട്ട് അതിന്റെ മുകളിലേക്ക് എന്നെ തൊട്ട് നോക്കുന്നതും കാണിക്കുമ്പോൾ ആ ഒരു പൂച്ചക്കണ്ണൻ ഡാനിയുടെ വീട്ടിലേക്ക് വന്നല്ലോ, ആ ഒരു സമയം മുതലേ അങ്ങനെ കഥ തുറക്കാനായിട്ട് വരുമല്ലോ, അവിടെ വരെയുള്ള കാര്യങ്ങളെ കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഈ വീടിനകത്ത് കറുത്ത ഡ്രസ്സെല്ലാം ഇട്ട് മുഖത്തൊരു മാസ്ക് എല്ലാം വെച്ച് വരുത്താൻ അങ്ങനെ നിൽക്കുന്നത് കാണിക്കുന്നതും ഡാർസി അതിൽ നിന്ന് പെട്ടെന്ന് കൈയെടുത്ത് കരയാൻ തുടങ്ങാണ്. എന്താണ് സംഭവിച്ചത് ഡാർസി മാത്രമേ കണ്ടുള്ളൂ, നമുക്കത് കാണിച്ചു തരുന്നില്ല. അങ്ങനെ ഡാർസി എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവളുടെ ആ ഒരു കടയിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്നിട്ട് റൂം തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്തൊരു പെട്ടിയുണ്ട്. ഇപ്പൊ നേരെ ആ ഒരു പെട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അത് തൊട്ട് നോക്കുന്നതും അത് കഴിഞ്ഞിപ്പോ കാണിക്കുമ്പോൾ ടെഡിനെ കാണിക്കാണ്. ടെഡ് ആണെങ്കിൽ എപ്പോഴും നൈറ്റ് ഷിഫ്റ്റിനല്ലേ പോണേ, അതുകൊണ്ട് തന്നെ പകൽ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് രാത്രിയിലെ നൈറ്റ് ഷിഫ്റ്റിന് പോകാനായിട്ട് ഇങ്ങനെ വരുമ്പോ വെളിയില് യാന വന്നിരിക്കുകയാണ്. അതുപോലെ അവളുടെ കയ്യിലാണെങ്കിൽ നമ്മുടെ ഡാനി എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ക്യാമറ ഉണ്ടല്ലോ, ആ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. അങ്ങനെ ആ ഒരു ക്യാമറയിലെ ഫോട്ടോസ് എല്ലാം അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടെഡ് വന്നിട്ട് യാനോട് ചോദിക്കും, അല്ല എന്താ ആകെ ടയർഡാണല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ആ നീ ആണെങ്കിൽ എപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് പോയിട്ട് രാത്രിയിൽ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തും, ഞാനാണെങ്കിൽ ഇവിടെ പേടിച്ചാണ് കഴിയുന്നത്. അതുമല്ലാതെ ഈ ഒരു ക്യാമറ നോക്ക്, ഇതിൽ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും ഒരേ ഒരു കാര്യം മാത്രമാണ് കാണിക്കുന്നത്, കണ്ടു നോക്കെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ അവൻ പറയും, അല്ല ഇതിലെന്താ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് സൂക്ഷിച്ച് നോക്ക് എന്ന് പറഞ്ഞിങ്ങനെ സൂം ചെയ്ത് കാണിക്കുമ്പോൾ ആ ഒരു ചിത്രത്തിൽ ഡാനിയെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്ന ടെഡ് പറയും, ഹേയ് ഇത് വെറുതെ നിനക്ക് തോന്നുന്നതായിരിക്കും, ഇത് വേറെ ആരെങ്കിലും ആയിരിക്കും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതെ എന്ന് പറയുമ്പോൾ, ഓ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയാണല്ലേ, ശരി നീ പോയതിനു ശേഷം ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ, ഞാൻ മുകളിലത്തെ റൂമിലേക്ക് പോയി, അപ്പോഴേക്കും എന്റെ പുറകെ ആരോ വരുന്നത് പോലെ, എന്താണെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയാണ് കണ്ടതെന്നറിയോ, ഡാനിയെ.
അപ്പോൾ ടെഡ് പറയും, എന്ത് മരിച്ചുപോയ ഡാനി നിന്റെ മുന്നിൽ വന്നു? നീ വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടാതെ, അത് രാത്രിയിൽ ഒറ്റയ്ക്കായതുകൊണ്ടാണ് നിനക്ക് അങ്ങനെയെല്ലാം തോന്നുന്നത് എന്ന് പറയുമ്പോൾ യാന പറയും, ശരി ഞാൻ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെ, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്ന് പോവാണ്. ഇനി നിന്റെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഡേ ഷിഫ്റ്റ് എപ്പോഴാണോ ആവുന്നത് ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ വരാം. അതുവരെ ഞാൻ എന്റെ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കാൻ പോവാണ് എന്ന് യാന പറയുമ്പോൾ ടെഡ് പറയും, ഓക്കെ ശരി, നീ അവിടെ തന്നെ പോയിരുന്നോ, നീ ആവശ്യമില്ലാതെ പ്രേതം അത് ഇതെന്നെല്ലാം പറഞ്ഞ് ഡാനിയുടെ സിസ്റ്റർ ഇതുപോലെ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് യാന പറയുന്നത്, ഓ അവളുടെ സിസ്റ്ററിന്റെ പേര് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, അവരൊരു പെട്ടി നമ്മുടെ വീട്ടിലേക്ക് പാഴ്സൽ അയച്ചിട്ടുണ്ട്. എന്ത് പെട്ടിയോ? ഡാർസി അയച്ചെന്നോ? അല്ല, അവരെന്തിനാ ഈ ഒരു പെട്ടി നമ്മുടെ വീട്ടിലേക്ക് പാഴ്സൽ അയച്ചിട്ടുള്ളത്? ഇനിയിപ്പോ പെട്ടിക്കകത്ത് നിന്ന് അവരെ ചാടി ഇറങ്ങി വരൂ എന്തിനാ ടെഡ് പറയുമ്പോൾ പെട്ടിക്കകത്ത് നിന്നല്ലാതെ വെളിയിൽ തന്നെ നിൽപ്പുണ്ടെന്ന് യാന പറയുന്നതും ടെഡ് ആണെങ്കിലും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഡാർസി അവിടെ നിൽക്കുന്നു. അല്ല ഡാർസി, എന്താ പെട്ടെന്ന് ഇവിടേക്ക് വരാൻ കാരണം? ഞാൻ പെട്ടെന്നൊന്നും വന്നല്ലോ, നീ വിളിച്ചിട്ടല്ലേ വന്നേ? ഞാൻ വിളിച്ചെന്നു. അതെ, നീ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അവൻ പറയും, ഓ അതിപ്പോ നമ്മൾ സാധാരണ ആരെയും കാണാൻ പോകുമ്പോഴത്തേക്കും പറയുന്ന കാര്യമല്ലേ വല്ലപ്പോഴും വീട്ടിലേക്ക് ഇറങ്ങാനായിട്ട്, പക്ഷെ പെട്ടെന്ന് നീ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഡാർസി ആണെങ്കിൽ പെട്ടെന്ന് വന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അവൻ പറയും, ശരി ഡാർസി ഭാഗത്തേക്ക് വാ എന്നും പറഞ്ഞിട്ട് യാനയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് ഡാർസിയോട് പറയും, ഡാർസി എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്, അതുപോലെ യാനയാണെങ്കിലും അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്, വീട്ടിൽ ആരും ഉണ്ടാവത്തില്ല, നീ പോയിട്ട് മറ്റൊരു ദിവസം വന്നോടെ, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഡാർസി പറയും, അതൊന്നും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, നിങ്ങൾ പോയിട്ട് വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ ടെഡ് ആണെങ്കിലും, അയ്യോ ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി ശരി നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോ, അല്ല നിങ്ങൾക്ക് കണ്ണ് കാണാൻ കഴിയത്തില്ല, ഇവിടെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞിട്ട് ഡാർസി നേരെ അവരൊരു പെട്ടി കൊണ്ടുവന്നല്ലോ ആ ഒരു പെട്ടിയുടെ അടുത്തേക്ക് പോയി എന്നെ നിൽക്കാണ്. അപ്പോൾ ടെഡ് ചോദിക്കും, അല്ല ഇതെന്ത് പെട്ടിയാ, ഇതെന്തിനാ ഇവിടേക്ക് അയച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് തന്നതാണ്, അതുപോലെ ഡാനി ആണെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് ഈ ഒരു പെട്ടി അവൾ ജീവിച്ച് ഈ ഒരു വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു. എന്നിട്ട് ഡാർസി ചോദിക്കും, അല്ല ബാത്റൂം എവിടെയാണെന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ ടെഡ് ആണെങ്കിൽ നേരെ അവളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞ് യാനയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് യാന ചോദിക്കുന്നത്, അല്ല അവരെന്തിനാ നീ ഇവിടെ നിർത്തിയത് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ തന്നെ പറഞ്ഞില്ല അവരോട് ഇവിടെ നിന്ന് പോകാനായിട്ട്, പക്ഷെ അവരിവിടെ നിൽക്കാന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാ പറഞ്ഞു വിടുന്നത്, ഇനിയിപ്പോൾ അവളുടെ സഹോദരി മരിച്ച വീടല്ലേ, അതുകൊണ്ടായിരിക്കും ഇവിടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, കുറച്ചാൾ നിന്നോട്ടെ എന്ന് പറയുമ്പോൾ യാന പറയും, എന്ത് ഇവിടെ താമസിക്കാനോ, ആൾറെഡി എനിക്ക് നല്ല പേടിയാണ്, അതുപോലെ ഇവരെ കാണുമ്പോൾ തന്നെ നല്ല പേടിയാവുന്നുണ്ട്. അപ്പോൾ ടെഡ് പറയും, അതിന് നീ ഇപ്പോൾ ഇവരോട് താമസിക്കാൻ പോകുന്നില്ലല്ലോ, നീ നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയല്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും പോകാൻ പോവാണ്, നീയും പെട്ടിയും ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയിക്കോ, അവരെന്തായാലും ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചോളെന്ന് പറഞ്ഞ് ടെഡ് അവിടെ നിന്ന് പോകുന്നതും യാന പതിയെ ഡാർസി കൊണ്ടുവന്ന ആ ഒരു പെട്ടിയില്ലേ ആ ഒരു പെട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് 2 കൈകൾ കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു തലയുണ്ട്. പക്ഷെ അവളത് ശ്രദ്ധിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ആ ഒരു പെട്ടി അങ്ങ് മൂടി വെക്കുകയാണ്. എന്തായാലും അത് കാണുമ്പോഴത്തേക്കും ഈ തടി കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യനെ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അത് മൂടിയിട്ട് അവൾ തിരിയുമ്പോഴത്തേക്കും പുറകിൽ തന്നെ നമ്മുടെ ഡാർസി നിൽക്കാണ്. അപ്പോൾ ഡാർസി പറയും, കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു പ്രതിമ, അതുപോലെ ഞങ്ങളുടെ പാരന്റ്സിന് ഒരാൾ കൊടുത്തതാണിത്, അതിപ്പോ നിനക്കായിട്ട് ഞാൻ തരാൻ പോവാണ് എന്ന് പറയുമ്പോൾ യാന പറയും, അതിന് ഞാൻ ടെഡും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ഓ അപ്പോൾ അവര് ഗിഫ്റ്റ് പോലും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൾ ഇങ്ങനെ പറയുന്നത്. ഇവിടെ നമ്മൾ ടെഡിനെ കാണിക്കുമ്പോൾ അവന്റെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു റൂം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ ഒരു റൂമിനകത്ത് ഒരാൾ ഇരിപ്പുണ്ട്, അവന്റെ വായെല്ലാം നല്ലതുപോലെ ബെൽറ്റ് എല്ലാം വെച്ച് കെട്ടി വെച്ചേക്കുന്നു, അവന്റെ തലയിലാണെങ്കിൽ ഒരു ലോക്ക് എല്ലാം വെച്ചിട്ടുണ്ട്, ഈ വായൊന്നും തുറക്കാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് വീണ്ടും ഇവിടെ വീട്ടിൽ കാണിക്കുമ്പോൾ യാന ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് പോകാനായിട്ട് നിൽക്കാണ്. എന്നിട്ട് ഡാർസിയോട് പറയും, ശരി ഞാൻ പോവാണെന്ന് പറയുമ്പോൾ ഡാർസി പറയും, അല്ല എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി തന്നിട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, സോറി എനിക്ക് അതിനുള്ള സമയമില്ല, ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്, ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും ഫുഡ് ഉണ്ടാവും, ഞാൻ വേണമെങ്കിൽ ഫ്രിഡ്ജ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം, അത് പോയി നോക്കിയിട്ട് എന്തെങ്കിലും എടുത്ത് കഴിച്ചോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഡാർസി ആണെങ്കിൽ ഓക്കെ പറയുന്നതും യാന നേരെ അവളുടെ കാറിന്റെ കീ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒന്ന് നോക്കാണ്. നോക്കുമ്പോഴത്തേക്കും അവിടെ കീ കാണാനില്ല. അങ്ങനെ വീട്ടിൽ മുഴുവനും നല്ലതുപോലെ അന്വേഷിച്ചിട്ട് എവിടെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ അവൾ നേരെ കാറിനടുത്തേക്ക് വന്നിട്ട് അതിനകത്ത് നോക്കാണ്, പക്ഷെ കാറിലും കാണാനില്ല. അങ്ങനെ ഞാൻ നേരെ വീണ്ടും റൂമിനകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ഡാർസി കൊണ്ടുവന്ന ആ ഒരു പെട്ടി ഉണ്ടല്ലോ ആ ഒരു പെട്ടി ഇപ്പൊ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിക്കും, ഡാർസി ആ ഒരു പെട്ടി തുറന്നത് നിങ്ങളാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല ഞാൻ തുറന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, അല്ല ഇവർ രണ്ടുപേരും അല്ലാതെ വേറൊരാൾ ഈ ഒരു വീട്ടിൽ എന്തായാലും ഇല്ല, അതുകൊണ്ട് ഡാർസി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു പെട്ടിക്കകത്ത് തടി കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യ രൂപം ഉണ്ടായിരുന്നല്ലോ ആ ഒരു രൂപം ഡൈനിങ് ടേബിളിന് മുകളിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഡാർസി ചോദിക്കും, അല്ല നീ ഇതുവരെ പോയില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇല്ല കാറിന്റെ കീ കണ്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ ഇവിടുന്ന് പോവും. അപ്പോൾ ഡാർസി പറയും, ഓ അപ്പോൾ നീ ഇന്ന് രാത്രി ഇവിടെ തന്നെ താമസിക്കാൻ പോവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പേർക്ക് കൂടി ചേർന്നിട്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ 3 പേരോ, അതിന് നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, വേറെ ആരുമല്ല, ഒരു തടി കൊണ്ടുണ്ടാക്കിയ രൂപം ഉണ്ടല്ലോ അതിനെയാണ് പറയുന്നത്. അങ്ങനെ വേറെ വഴിയില്ലാതെ നമ്മുടെ യാനയാണെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് ഡാർസിക്കുള്ള ഫുഡെല്ലാം എടുത്ത് കൊടുത്തിട്ട് ഇവര് രണ്ടുപേരും നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഡാർസി ചോദിക്കുന്നത്, അല്ല നീ ടെഡ് എത്ര നാളായിട്ട് ഒരുമിച്ച് താമസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത്ര നാളത്തെ പരിചയമൊന്നുമില്ല, ഞാനൊരു മെഡിക്കൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ്, അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെടുന്നത് തന്നെ, 2 വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ അവനെ പരിചയപ്പെട്ടത്. ഓ അങ്ങനെയാണെങ്കിൽ എന്റെ സഹോദരിയായിട്ട് അവൻ ജീവിക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ നിങ്ങൾക്ക് 2 പേർക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ 2 പേരും വെറും ഫ്രണ്ട്സ് മാത്രമാണ്. ഓക്കെ ശരി ശരി,
അപ്പോൾ എൻ്റെ സഹോദരി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ രണ്ടൊരു ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഞാൻ ചോദിക്കും, അല്ല ടെഡ് പറഞ്ഞു നിങ്ങൾ എന്തോ ഒരു ഷോപ്പൊക്കെ വെച്ചിട്ടുണ്ടെന്ന്, അതൊക്കെ എങ്ങനെ പോകുന്നു ചോദിക്കുമ്പോൾ ആ ഒരു ഷോപ്പ് എൻ്റെ അമ്മ നടത്തിക്കൊണ്ട് പോയതാണ്. അമ്മ മരിച്ചതിന് ശേഷം അത് എനിക്ക് തന്നു. അതുമല്ലാതെ എനിക്ക് ഒബ്ജക്റ്റ് റീഡ് ചെയ്യാൻ കഴിയും. എന്ത് ഒബ്ജക്റ്റ് റീഡ് ചെയ്യാൻ കഴിയുന്നു? അതെ, കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. അതിനുശേഷം ആ ഒരു പെണ്ണാണെങ്കിൽ അവരുടെ വെഡിങ് റിങ് കൊണ്ടുവന്ന് എൻ്റെ തന്നു. ആ ഒരു വെഡിങ് റിങ് അവരുടെ ഹസ്ബൻഡാണ് ഇട്ടിരുന്നത്. അങ്ങനെ ആ ഒരു വെഡിങ് റിങ് ഞാൻ തൊട്ട് നോക്കുമ്പോഴത്തേക്കാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ ഒരു ഭർത്താവ് അത്രയും കാലം ഭാര്യയെ ചതിക്കുമായിരുന്നു. അയാൾക്ക് മറ്റൊരു സ്ത്രീയായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കും, അല്ല ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം? ഞാൻ ആ ഒരു മോതിരം തൊട്ട് നോക്കി. ഈ ഒരു മോതിരം തൊട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം അറിയാൻ കഴിയുമോ? ഇതെന്താ പുതുതായിട്ട് എന്തെങ്കിലും കഥ പറയാണോ? ഇതൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഡാർസി പറയും, പക്ഷെ എന്നെ കൊണ്ട് കഴിയും, ഒരിക്കലും ഇത് കള്ളമല്ല. ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, വാച്ച്, പേഴ്സ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം അയാൾ മരിച്ചു പോയതിന് ശേഷം അത് തൊട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം, പഴയ കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും. എന്നിട്ട് ഡാർസി ചോദിക്കും, ഓക്കെ ശരി, നിന്റെ ലൈഫ് എങ്ങനെ പോകുന്നുണ്ട്? ടെഡ് ആണെങ്കിൽ ഇപ്പോൾ രാത്രി നൈറ്റ് ഷിഫ്റ്റ് എല്ലാം പോകുന്നു, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വളരെ മോശമുള്ള ഒരു അവസ്ഥയാണ്, നരകം പോലെ തോന്നുന്നുണ്ട്. അതുമല്ല ഈ വീട്ടിൽ നിൽക്കാനായിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. അതിനെന്താ കാരണം? അല്ല നിങ്ങളുടെ സഹോദരി ഈ ഒരു വീട്ടിലുള്ളതുപോലെ എനിക്ക് എപ്പോഴും ഫീൽ ആവുന്നുണ്ട്. അതുമല്ലാതെ നിങ്ങളുടെ സഹോദരിയെ കൊന്ന ഓളിനില്ലേ, ആ ഒരു പൂച്ചക്കണ്ണുണ്ടല്ലോ, അവന്റെ പേരാണ് ഓളിൻ. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്റെ മൈൻഡിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഡാർസി ചോദിക്കും, അല്ല അവനാണ് എന്റെ സഹോദരിയെ കൊന്നതെന്ന് നീ എങ്ങനെ ഉറപ്പിച്ചു പറയുന്നേ? അല്ല ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഡാർസി പറയും, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാവണമെന്നുണ്ടോ? അപ്പോൾ ഞാൻ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സത്യം അറിയോ? അപ്പോൾ ഡാർസി പറയും, ഓക്കെ ശരി, നിനക്ക് മുൻ പരിചയമില്ലാത്ത ഒരാള് നിന്റെ ഡോറിൽ വന്ന് മുട്ടിയിട്ട് അത് തുറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ തുറക്കോ? അപ്പോൾ പറയും, ഇല്ല, ഞാൻ എന്തിനാ തുറക്കുന്നേ? അതാരാന്നുമില്ല അറിയാതെ ഞാൻ എന്തിനാ തുറക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡാർസി പറയും, അതേപോലെ തന്നെയാണ് എന്റെ സഹോദരിയും, അവളും ഒരിക്കലും കഥക് തുറക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീടിന് വെളിയിലുള്ള ഓളിനെ കൊണ്ട് എന്റെ സഹോദരി എങ്ങനെ കൊല്ലാൻ കഴിയും? അപ്പോൾ ഞാൻ പറയും, പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? ഓളിനെ സഹോദരിയെ ഒരിക്കലും കൊന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് ഡാനിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം നമുക്കിപ്പോൾ കാണിച്ചു തരുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡാനി കഥക് തുറക്കാനായിട്ട് വരുമല്ലോ, പക്ഷെ കഥക് തുറക്കത്തില്ല. അവൾ അടച്ചിട്ട് വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോൾ ഓളിൻ പറയും, നിങ്ങൾ എന്നെ കണ്ടിട്ട് നല്ലതുപോലെ പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ പോയി പോലീസിനെ വിളിച്ചോണ്ട് വരാം. അതുവരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഥകിനടുത്ത് തന്നെ നിന്നോ, ഉള്ളിൽ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കഥക് തുറന്ന് എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ കഥകിനടുത്ത് തന്നെ നിൽക്ക്, ഞാൻ പോലീസിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നതും അവൻ പോയതിനു ശേഷമാണ് ഡാനിക്ക് നല്ല പേടിയാവുന്നത്. ഒരുപക്ഷെ അവൻ പറഞ്ഞതുപോലെ വീടിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു ടോർച്ച് എടുത്ത് വീടിനകം മുഴുവൻ ഇങ്ങനെ നോക്കി നടക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വീടിനകത്തൊരു ടെന്റ് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവളുടെ കയ്യിലൊരു ക്യാമറ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു ക്യാമറ എടുത്ത് അതിൽ നോക്കുമ്പോൾ ആഹാ വീടിനകത്ത് ആരോ ഉണ്ട്. കാരണം അതിനകത്ത് ആ ഒരാളുടെ മാസ്ക് ഇട്ട് നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോ ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഓളിൻ പറഞ്ഞത് സത്യമാണെന്ന്. അവളാണെങ്കിലും പേടിച്ച് ആ ഒരു ടെന്നിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതും വെളിയിൽ എന്തോ വന്നതുപോലെ അവൾ പതിയെ ആ ഒരു ടെന്നിന്റെ സിബ് പതിയെ ഇങ്ങനെ അഴിച്ച് വെളിയിലേക്ക് നോക്കുമ്പോൾ അവൾ അങ്ങ് പേടിച്ചു പോയി. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവരുടെ ടെന്റ് മുഴുവനായിട്ടും രക്തം പറ്റി കിടക്കാണ്. മാസ്ക് ഇട്ടവൻ വെളിയിൽ ഇരിപ്പുണ്ട്. എന്താണെന്ന് വെച്ചാല് ഡാനിയെ അവൻ കൊന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡാർസി യാനയോട് പറയുമ്പോഴത്തേക്ക് യാന പറയും, ഓളിനല്ല നിങ്ങളുടെ സഹോദരിയെ കൊന്നതെങ്കിൽ വേറെ ആരാ നിങ്ങളുടെ സഹോദരിയെ കൊന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ടെഡിന്റെ ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഐവൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കാണിക്കാണ്. അവൻ ഈ ഒരു ഹോസ്പിറ്റലിലെ നേഴ്സ് പോലെ ഒരാളാണ്. അപ്പൊ അവനാണെങ്കിൽ ഇപ്പൊ ഒരു റൂമിനകത്തേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് ഓളിൻ ഇങ്ങനെ ഇരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം നടക്കുന്നത് ഡാനി മരിക്കുന്നതിന് തൊട്ട് മുന്നേ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഐവനാണെങ്കിൽ അകത്തേക്ക് വന്നിട്ട്, ഹേയ് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓളിൻ പറയും, ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ് എന്റെ അമ്മയ്ക്ക് വേണ്ടി. ഓ, അപ്പൊ നിന്റെ അമ്മയെ നീ തന്നെ കൊന്നിട്ട് നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയാണല്ലേ, അതുകൊണ്ടാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അവൻ പറയും, ഇല്ല, എന്താണ് നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇല്ല, അടുത്ത ആഴ്ച ഞാൻ റിലീസ് ആവാൻ പോവാണ്. ഓ, അമ്മയെ കൊന്നവന്മാരെല്ലാം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ ലോകത്ത് ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് വെളിയിൽ പോയിട്ട് നല്ലതുപോലെ ജീവിക്കാൻ നോക്ക്, ഇനി മേലാൽ ഇവിടേക്ക് വരരുത് എന്നും പറഞ്ഞ ഐവൻ അവിടെ നിന്ന് പോകുന്നതും വീണ്ടും ഇവിടെ പ്രസിഡന്റിൽ കാണിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഡാർസിയോട് ചോദിക്കും, അപ്പൊ ഐവനാണ് ഇതെല്ലാം ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഡാർസി പെട്ടെന്ന് ഓളിന്റെ കണ്ണുണ്ടല്ലോ അതെടുത്ത് അവളെ കാണിച്ചിട്ടാണ്, ദേ ഇത് തൊട്ട് നോക്കിയപ്പോഴത്തേക്കാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായത് എന്ന് പറയുന്നതും വീണ്ടും നമ്മുടെ ടെഡിനെ കാണിക്കാണ്. ഐവൻ ഇപ്പോൾ നേരെ ടെഡിന്റെ അടുത്തേക്ക് വന്നിട്ട്, നിന്റെ ഭാര്യയ്ക്ക് ഒരു ടിൻ സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അതും കണ്ണ് കാണാൻ കഴിയാത്ത ആ ഒരു കാര്യം എന്നോട് പോലും നീ പറഞ്ഞില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ടെഡ് പറയും, അല്ല ഈ ഒരു കാര്യം നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ ഐവൻ പറയും, അത് ഞാനൊരു പഴയ സാധനം വാങ്ങിക്കാനായിട്ട് ഒരു കടയിലേക്ക് പോയി, അതിനകത്ത് മരിച്ചുപോയ നിന്റെ ഭാര്യ ഇരിക്കുന്നു, പിന്നീടാണ് മനസ്സിലായത് നിന്റെ ഭാര്യയുടെ ട്വിൻ സിസ്റ്റർ ആണെന്ന് എന്ന് പറയുന്നതും ഇപ്പൊ നമ്മുടെ ടെഡിനെ യാന ഇങ്ങനെ വിളിക്കാണ്. അപ്പൊ ടെഡ് ചോദിക്കും, അല്ല യാന എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ യാന പറയും, അല്ല ടെഡ്, ഡാർസി എന്തൊക്കെയോ പറയാണ്. അല്ല എന്തു പറയുന്നു? ഡാനിയെ കൊന്നത് ഒരിക്കലും ഓളിനല്ലാന്ന്. പിന്നാരാ നിന്റെ കൂടെ ജോലി ചെയ്യുന്നില്ലേ ഐവൻ എന്ന് പറഞ്ഞിട്ട് അവനാണ് കൊന്നതെന്നാണ് ഡാർസി പറയുന്നത്. നീ എന്താ ഭ്രാന്ത് പിടിച്ചതുപോലെ പറയുന്നേ? ഞാൻ ഭ്രാന്ത് പിടിച്ചതുപോലെ പറയുന്നതല്ല, ഇതെല്ലാം ഡാർസി എന്നോട് പറഞ്ഞതാണ്. അപ്പൊ ടെഡ് പറയും, അവരിനിപ്പോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയും, അതൊന്നും നീ കാര്യമാക്കണ്ട. അല്ല യാന, നീ ഇതുവരെ നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയില്ലേ? അവരോടിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ എന്റെ കാറിന്റെ കീ കണ്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ പോകും?
ഞാനാണെങ്കിലും വീടിനകം മുഴുവനായിട്ട് അന്വേഷിച്ച് നോക്കി, പക്ഷെ എവിടെയും കണ്ടില്ല. എനിക്ക് തോന്നുന്നു അവരാണ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചതെന്ന്. അപ്പോൾ ടെഡ് പറയും, ഓക്കെ ശരി, എന്തായാലും നീ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് നീ നിന്റെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്നത് യാനയാണെങ്കിലും നേരെ അകത്തേക്ക് വന്നിട്ട് യാന താഴത്തെ റൂമിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ തടി കൊണ്ടുണ്ടാക്കിയ ആ ഒരു രൂപം ഉണ്ടല്ലോ മനുഷ്യന്റെ, ആ ഒരു രൂപത്തിന്റെ തലയ്ക്കുള്ളിൽ ഒരു 5 ഹോളുണ്ട്. ഷടാ ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് അവൾ എത്തി നോക്കുമ്പോൾ ഈ ഒരു ഹോളിനുള്ളിലൊക്കെ എന്തോ ഇരിപ്പുണ്ട്. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളൊരു കത്രിക വെച്ച് അവൾ പതിയെ ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ എടുക്കാണ്. അങ്ങനെ ഒരു കത്രിക വെച്ച് ഒരു ഹോളിൽ നിന്ന് എടുക്കുമ്പോൾ എന്തോ ഒരു നൂലിങ്ങനെ വരുന്നു. രണ്ടാമത്തെ ഹോളിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും അതിലൊരു ഫോട്ടോ ഉണ്ട്. ആ ഒരു ഫോട്ടോയിലുള്ളത് ഡാനിയും ഡാർസിയാണ്, അവരുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഹോളിൽ നോക്കുമ്പോൾ അതിലൊരു ഫോട്ടോ ഉണ്ട്. ഇവർ രണ്ടുപേരും വളർന്നതിന് ശേഷം എടുത്ത ഒരു ഫോട്ടോയാണത്. അത് കഴിഞ്ഞ് നാലാമത്തെ ഹോളിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും അതിലൊരു പല്ലാണുള്ളത്. എന്ന് പറഞ്ഞിട്ട് അതങ്ങ് താഴെ ഇടുകയും ചെയ്യും. അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ഹോളിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും അതിലൊരു ട്യൂബ് പോലെ, അതിലാണെങ്കിൽ രക്തമുണ്ട്. അങ്ങനെ അതെടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് അവിടേക്ക് ഡാർസി വന്നിട്ട് അതെല്ലാം എന്തിനെടുത്തേ ഉള്ളിൽ വെക്കാൻ പറയുമ്പോൾ ഞാനാണെങ്കിലും പെട്ടെന്ന് അതെല്ലാം എടുത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവള് നേരെ റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറുന്നത്. പക്ഷെ അകത്തേക്ക് പോകുന്ന ആ ഒരു സമയത്ത് തന്നെ ലൈറ്റ് അങ്ങ് ഓഫ് ആവുന്നു. എന്നിട്ട് വീണ്ടും ഓൺ ആകുമ്പോഴത്തേക്കും ഡാർസി ആയിരിക്കും ഇത് ചെയ്തെന്ന് പറഞ്ഞ് പെട്ടെന്ന് റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവൾ അകത്തേക്ക് പോകുന്ന സമയത്ത് ഡാർസി എങ്ങനെയാണ് ഇരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ അവൾ അതൊന്നും വലിയ കാര്യമാക്കാതെ നേരെ റൂമിലേക്ക് പോയി കിടന്നിട്ട് ഡാനിയുടെ ആ ഒരു ക്യാമറ ഉണ്ടല്ലോ അതെടുത്ത് അതിനകത്തുള്ള വീഡിയോസ് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണുമ്പോഴത്തേക്കും ഡാനിയും ടെഡും എടുത്തിരുന്ന വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് ആ ഒരു ടെന്റിനകത്തിരുന്ന്. അപ്പൊ ആദ്യം ഡാനിയെ കാണിക്കും, പിന്നെ ടെഡിനെ കാണിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഡാനിയെ കാണിച്ച് അടുത്തത് ടെഡിനല്ലേ കാണിക്കണ്ടേ. ടെഡിന് പകരം അവിടെ ഒരു ഗോസ്റ്റ് ആണ് ഇരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് പേടിച്ച് അവള് ക്യാമറ താഴെ ഇടുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഓൺ ആയിട്ട് അതിന്റെ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ആ ഒരു ചുമരിന്റെ ഭാഗത്ത് ഒരു ഗോസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നു. ഇതും കണ്ട് പേടിച്ച് യാന പെട്ടെന്ന് റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി നമ്മുടെ ഡാർസി ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ഡാർസി ഡാർസി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ ഡാർസി ആണെങ്കിൽ ആ ഒരു ടേബിളിലിരുന്ന് നല്ല ഉറക്കം, എഴുന്നേക്കുന്നില്ല. അതേസമയം ഡാർസി ഇതിനു മുന്നേ ഇവരുടെ വീട്ടിലേക്ക് ഒരു പെട്ടി അയച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പെട്ടിക്കകത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നതും യാന പെട്ടെന്ന് ആരാ പെട്ടിക്കകത്ത്, ആരായാലും വെളിയിലേക്ക് വാന്നും പറഞ്ഞ് അവള് പതിയെ ആ ഒരു പെട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അത് തുറന്നു നോക്കുമ്പോൾ അവളുടെ കാറിന്റെ കീ അതിനകത്തിരിപ്പുണ്ട്. എന്തായാലും കാറിന്റെ കീ കിട്ടി, ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു കാറിന്റെ കീ എടുത്ത് അവളുടെ കാർ സ്റ്റാർട്ട് ചെയ്ത് അവൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടെഡ് പോയി ആ ഒരു വീട്ടിലേക്ക് വരുന്നു. അവനകത്തേക്ക് വരുമ്പോഴത്തേക്കും ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടേക്കാണ് എന്നും പറഞ്ഞിട്ട് അവരൊരു റാന്തൽ പോലത്തെ ആ ലൈറ്റും കത്തിച്ച് റൂമിലെല്ലാം ഇങ്ങനെ നോക്കുന്നു. അതേപോലെ തന്നെ താഴത്തെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഡാർസിയെ കാണാനില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ ആ ഒരു ഫ്ലോറിലേക്ക് ചെന്ന് അവിടെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഡാർസി ഇരുന്ന് ഇങ്ങനെ കരയുന്നു. ഡാർസി എന്തു പറ്റി, എന്തെങ്കിലും പറ്റിയോ, നീ എന്താ കരയുന്നെന്നെല്ലാം ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് ഡാർസി പറയുമ്പോഴത്തേക്കും അല്ല നീ യാനയോട് എന്തോ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു, അവളെന്നെ വിളിച്ചിരുന്നു. ഓളിനല്ല ഐവനാണ് ഡാനിയെ കൊന്നതെന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഡാർസി പറയും ആവശ്യമില്ലാത്ത കാര്യമല്ല, അതാണ് സത്യം, ഐവനാണ് ഡാനിയെ കൊന്നത് എന്ന് പറയുമ്പോൾ ടെഡ് പറയും ഒരിക്കലും അല്ല, ഓളിനാണ് ഡാനിയെ കൊന്നത്. അപ്പോൾ ഡാർസി പറയും ഇല്ല അത് സത്യമല്ല, ഓളിൻ സത്യം പറഞ്ഞാൽ ആ ഒരു ദിവസം ഡാനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ ആ ഒരു കാര്യം എനിക്ക് ആദ്യം മനസ്സിലായില്ല, അതറിയാതെയാണ് ഞാൻ അവനെ കൊന്നത് എന്ന് ഡാർസി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഓളിനെ കൊന്നതേ ഡാർസി ആയിരുന്നു. അപ്പൊ ടെഡ് പറയും ഡാർസി നീ വീണ്ടും ആവശ്യമില്ലാത്ത കാര്യമാണ് പറയുന്നത്, ഐവൻ ഒരിക്കലും ഡാനിയെ കണ്ടിട്ട് പോലുമില്ല, പിന്നെന്തിനാ അവൻ ഡാനിയെ കൊല്ലുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡാർസി പറയുന്നത് നീ പറഞ്ഞിട്ടാണ് അവൻ ഡാനിയെ കൊന്നത് എന്നിങ്ങനെ പറയുന്നതും ഇപ്പോഴാണ് സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കാണിക്കുന്നത്. ഐവനും ടെഡും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം ഐവൻ ചോദിക്കും അല്ല ഡാനിയെ നിനക്ക് ഡിവോഴ്സ് ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഡാനി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എനിക്കാണെങ്കിൽ യാനയോടൊപ്പം ജീവിക്കണം, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യൂ, നാളെ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്, ആ ഒരു സമയത്ത് നീ വീടിനകത്തേക്ക് കയറി അവളെ എനിക്ക് വേണ്ടി കൊന്നു തരണം, വീടിന് ചുറ്റും എന്തായാലും ആരും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് അവളെ വേദനിപ്പിക്കാതെ എനിക്ക് വേണ്ടി നീ ഒന്ന് കൊന്നു തരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ടെഡ് പറഞ്ഞതനുസരിച്ച് ഐവനാണ് ആ ഒരു മാസ്ക് എല്ലാം ഇട്ട് വീടിനകത്തേക്ക് കയറി ഡാനിയെ കൊന്നിട്ടുള്ളത്. അവിടെയാണ് ഇവർ പോലും അറിയാത്ത മറ്റൊരു കാര്യം നടക്കുന്നത്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ആ ഒരു റൂമിൽ നിന്നും ചെറിയൊരു ഹോളുണ്ട്, അത് ഓളിനെന്ന് പറഞ്ഞിട്ട് ആ ഒരു പൂച്ചകണനുണ്ടല്ലോ അവനിരിക്കുന്ന ആ ഒരു റൂമിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ പറയുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഓളിൻ നല്ലതുപോലെ കേൾക്കുകയും ചെയ്തു. അതുമല്ല ഓളിനാണെങ്കിൽ ആ ഒരു ദിവസമാണ് റിലീസ് ആവുന്നത്. അതുകൊണ്ടാണ് ഓളിൻ ഡാനിയെ രക്ഷിക്കാൻ വേണ്ടി നേരെ ആ ഒരു വീട്ടിലേക്ക് വന്നതും അവളോട് ഡോർ തുറക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതും. പക്ഷേ അവളാണെങ്കിൽ സത്യം മനസ്സിലാക്കാതെ അതിനകത്ത് നിന്നതുകൊണ്ട് അവൾ മരണപ്പെടുകയും ചെയ്തു. പക്ഷെ ഡാനിയെ നമുക്കൊന്നും പറയാൻ കഴിയത്തില്ല. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഡോർ തുറക്ക് അകത്താളുണ്ടെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഈ ഒരു കാര്യം ചെയ്യത്തില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം ഇപ്പോൾ പ്രസന്റിൽ കാണിക്കുമ്പോൾ ഡാർസി പറയും നീയാണിത് ചെയ്തതെന്ന് അറിയാതെയാണ് ഞാൻ ഓളിനെ കൊന്നത്, പക്ഷെ ഇനി പെട്ടെന്ന് നിന്നെ എന്തായാലും കൊല്ലാൻ കഴിയത്തില്ല, കാരണം പെട്ടെന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു വേദന എന്താണെന്ന് നീ ഒരിക്കലും അറിയത്തില്ല, നീ ആർക്കു വേണ്ടിയിട്ടാണോ ഈ ഒരു കാര്യം ചെയ്തത്, യാന അവൾ എന്തായാലും മരിക്കണം, എന്നാലേ നിനക്ക് ആ ഒരു വേദന അറിയൂ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ടെഡ് പറയും ഡാർസി നീ എന്തൊക്കെയാ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡാനിയുടെ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസറല്ലേ, അയാളെ വിളിച്ച് നമുക്ക് ചോദിക്കാം, ഓളിനാണ് അവളെ കൊന്നതെന്നുള്ള എല്ലാ തെളിവും അയാളുടെ കയ്യിലുണ്ട്, അതല്ലാതെ ഈ ഒരു പ്രേതം പിശാചി എന്നൊന്നും പറഞ്ഞ് വെറുതെ സംസാരിക്കേണ്ട ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കേ. അപ്പോൾ ഡാർസി പറയും എന്റെ കയ്യിൽ ഫോണില്ലല്ലോ,
ആ ഒരു പോലീസുകാരന്റെ നമ്പർ പോലും ഇല്ല. അപ്പോൾ ടെഡ് പറയും, ഓക്കെ എന്റെ കയ്യിൽ നമ്പർ ഇല്ല, അത് ഹോസ്പിറ്റലാണ്, എന്റെ ഫോൺ ദേ ഇവിടെ വെച്ചേക്കാം. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ആ ഒരു പോലീസിനെ വിളിച്ച് എന്റെ ഫോണിലേക്ക് വിളിക്കാൻ പറയാം. ഫോൺ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, അയാൾ വിളിക്കുമ്പോൾ എടുത്ത് സംസാരിച്ചാൽ മതി, എന്താ ഓക്കെ അല്ലേ? അയാൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോൺ എടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞ് ടെഡ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ടെഡ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൻ എന്താ ചെയ്യുന്ന വെച്ചാല് അവന്റെ ഫോണിലേക്ക് തന്നെ വിളിക്കാണ്. വേറെ ഒന്നുമല്ല, സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഡാനി ആണെങ്കിലും ഒരു വുഡൻ ഡോർ സെറ്റ് ചെയ്യുന്ന കണ്ടിരുന്നല്ലോ, ആ ഒരു ഡോർ തുറന്നു വെച്ചിട്ട് അതിന്റെ ഇപ്പുറത്തായിട്ടാണ് ആ ഒരു ഫോൺ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫോൺ റിങ് ചെയ്യുമ്പോൾ ഡാർസി നടന്നു വരുന്നതും ആ ഒരു കുഴിയിലേക്ക് വീഴും, അവൾക്ക് പരിക്ക് പറ്റും, അവൾ എന്തായാലും മരിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് അവൻ അവന്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കുന്നതും ഡാർസി ആണെങ്കിലും ഈ ഒരു കാര്യം അറിയാതെ പതിയെ നടന്ന് മുന്നിലേക്ക് വരുമ്പോൾ ആ ഒരു കുഴിയിലേക്ക് വീണ് അവളുടെ തല ഇടിച്ച് നല്ലതുപോലെ രക്തം പോകുന്നുണ്ട്. മരിക്കാറായിട്ടുള്ള ഒരു അവസ്ഥയിൽ അവളിങ്ങനെ കിടക്കാണ്. അങ്ങനെ ടെഡ് ആണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഐവനോട് ചോദിക്കും, ഹേയ് നീ എന്ന് ഡാർസിയുടെ ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് അറിയാതെ എന്തെങ്കിലും കാര്യം പറഞ്ഞു? ഹേയ് ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എങ്ങനെ നീയാണ് ഡാനിയെ കൊന്നതെന്ന് അവൾ കറക്റ്റായിട്ട് പറയുന്നേ? ശരി അതൊക്കെ പോട്ടെ, നീ എന്തായാലും നേരെ എന്റെ വീട്ടിലേക്ക് പോ, അവിടെ ഡാർസി എന്താണ് ചെയ്യുന്നത് ആ ഒരു കാര്യം കണ്ടിട്ട് എന്നോട് പറയും, പെട്ടെന്ന് പോ എന്നും പറഞ്ഞ് ഐവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാണ്. അപ്പൊ ഐവനാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഡാർസി മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ അവിടെ ഇങ്ങനെ കിടക്കാണ്. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് ടെഡിനെ വിളിച്ചിട്ട്, ഡാർസി താഴെ വീണ് കിടപ്പുണ്ട്, ഇനി എന്തായാലും ജീവിക്കാൻ പോകുന്നില്ല, ഉടനെ തന്നെ മരിക്കും എന്നെല്ലാം പറഞ്ഞ് അവൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡാർസി പെട്ടെന്ന് വി ആർ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അവളുടെ വയറിൽ ഇങ്ങനെ കൈവയ്ക്കുന്നു. അപ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്, ഡാനി, ഡാർസി, ആ തടിയിലുണ്ടാക്കിയ രൂപമുണ്ടല്ലോ, ഇവർ മൂന്നുപേരും പരസ്പരം കണക്റ്റഡ് ആണ്. അതുമല്ല ഡാർസി അവളുടെ വയറിൽ കൈവയ്ക്കുമ്പോൾ ആ ഒരു തടിയിലുണ്ടാക്കിയ മനുഷ്യൻ ഇപ്പോൾ ജീവൻ വെക്കുകയാണ്. എന്നിട്ട് അത് എഴുന്നേറ്റ് വന്ന് നമ്മുടെ ഐവനെ നല്ലതുപോലെ അടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഐവൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കാണ്. അപ്പോഴേക്കാണ് ടെഡ് വന്നിട്ട് അല്ല വീട്ടിൽ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരോ പുറകിലൂടെ വന്ന് നല്ലതുപോലെ അടിച്ചു, പക്ഷെ അത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. ആരാണെന്ന് അറിയത്തില്ലേ? അതെ എനിക്ക് ആരാണെന്ന് അത് അറിയത്തില്ല. അപ്പൊ ടെഡ് ചോദിക്കും, പിന്നെ നഴ്സിനോട് ഒരു തടി പോലത്തെ രൂപം വന്നാണ് എന്നെ അടിച്ചതെന്ന് പറഞ്ഞെന്തിനാ? അതുപോലെ ഈ ഒരു കാര്യം എനിക്ക് അറിയരുതെന്നും പറഞ്ഞിരുന്നു, എന്താ സത്യത്തിൽ അവിടെ സംഭവിച്ചേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യത്തിൽ ഐവൻ ആ ഒരു കാര്യം പറയാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തടി രൂപം വന്നാണ് തന്നെ അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭ്രാന്താണെന്ന് വിശ്വസിച്ച് എല്ലാവരും അവനെ നേരെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അവൻ ജോലി ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടിടും. അതിനു വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ പറയാഞ്ഞത്. പക്ഷെ വേറെ വഴിയില്ലാതെ ആ ഒരു നേഴ്സിനോട് എല്ലാ കാര്യങ്ങളും പറയേണ്ടി വന്നു. ആ ഒരു നേഴ്സാണെങ്കിലോ ടെഡിനോട് ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് ടെഡ് ഇപ്പോൾ ഇവനോട് വന്ന് ചോദിക്കാണ്, അല്ല ഒരു തടി മനുഷ്യനാണ് നിന്നെ വന്ന് അടിച്ചെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇതെല്ലാം നീ എന്നോട് വിശ്വസിക്കാൻ പറയാണോ? നീ പറഞ്ഞ ആ ഒരു തടി രൂപമല്ലേ, അതിനെ ഞാൻ വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ കത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തു. ഓക്കെ ഇനിയിപ്പോ നിന്നെ അടിച്ചത് ആ ഒരു രൂപമാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എടുക്കാൻ ചെല്ലുമ്പോൾ അതെന്നെ ഉപദ്രവിക്കണ്ടേ? പക്ഷെ അത് അനങ്ങാതെ തന്നെ അങ്ങനെ നിൽക്കുമായിരുന്നു. സത്യം പറയാലോ നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും സത്യത്തിലെ ആ ഒരു തടി രൂപം ഐവനെ മാത്രം അറ്റാക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാർസി മരിക്കുന്നതിന് മുന്നെയാണ് അവൾ അതിനെ കൺട്രോൾ ചെയ്ത് ഐവനെ ഉപദ്രവിച്ചത്. പക്ഷേ ആ ഒരു സമയം കൊണ്ട് തന്നെ ഡാർസിക്ക് അധികം നേരം പിടിച്ചെടുക്കാൻ കഴിയാതെ അവൾ മരണപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു തടി രൂപമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി ആ ഒരു തടി രൂപത്തെ വെച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ആ ഒരു തടി രൂപത്തിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ടെഡ് വന്ന് അതിനെ കത്തിക്കുന്ന സമയത്തും അത് അവനെ ഒന്നും ചെയ്യാഞ്ഞത്. എന്നിട്ടാണ് ടെഡ് ഐവനോട് പറയുന്നത്, നിനക്ക് ചർച്ചിലേക്ക് പോകണം, ഫാദറിനെ കാണുമെന്നല്ല, അല്ല നീ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറയാൻ പോകണോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഞാനും പിടിക്കപ്പെടും. അപ്പൊ ഇവൻ പറയും, ഇല്ലില്ല നിന്റെ പേര് ഞാൻ ഒരിക്കലും പറയത്തില്ല, ഞാനാണ് അതെല്ലാം ചെയ്തത് എന്ന് മാത്രമേ പറയത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെഡ് പെട്ടെന്ന് ഓക്കെ ശരി ശരി എന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങാണ്. പക്ഷെ അവൻ വിചാരിക്കുന്നത് ഇവനെ വിട്ടു കഴിഞ്ഞാൽ ഇവൻ എന്തായാലും ടെഡിന്റെ പേര് ചിലപ്പോൾ പറയും, അതുകൊണ്ട് ഇവനെയും ജീവനോട് വെക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ടെഡ് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അവിടെ ഒരു പേഷ്യന്റ് ഉണ്ടല്ലോ, ഈ വായിൽ ബെൽറ്റ് എല്ലാം വെച്ച് കെട്ടിയിരിക്കുന്ന ഒരുത്തൻ, അവിടേക്ക് ചെന്ന് അവന്റെ ആ ഒരു ബെൽറ്റ് എല്ലാം അഴിച്ചങ്ങ് വിടുകയാണ്. സത്യത്തിൽ ആ ഒരുത്തന്റെ അസുഖം എന്താണെന്ന് വെച്ചാൽ അവന്റെ വായിൽ ആ ഒരു കെട്ടഴിച്ചു കഴിഞ്ഞാൽ അവൻ മറ്റുള്ളവരെ കടിക്കും, അങ്ങനെ കടിച്ചു കൊല്ലും. അതുകൊണ്ടാണ് അവൻ ഈ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അവന്റെ കെട്ടഴിച്ച് ഐവൻ കിടക്കുന്ന ആ ഒരു റൂമിന്റെ ഡോറിന് പുറകിൽ നിർത്തുന്നതും ഡോർ തുറന്നു വിടുമ്പോൾ തന്നെ അവൻ നേരെ ചെന്ന് ഐവനെ കടിച്ച് അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ടെഡ് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ അവനൊരു പാഴ്സൽ വന്നേക്കാണ്. അതെടുത്ത് തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ടിംഗ് സീനിലെ ടെഡ് ഡാർസിയെ കാണാനായിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളുടെ കയ്യിൽ ഒരു ബെല്ലിരുന്നല്ലോ, ഈ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഒരു ബെൽ ബോയ് വന്നിട്ട് അവരെല്ലാം കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബെല്ലാണ് ഇപ്പോൾ ഇവര് പാഴ്സലായിട്ട് വന്നിരിക്കുന്നത്. ഓ ഈ ഒരു ബെല്ല് ഇതിപ്പോ ഇവിടേക്ക് ആരാ അയച്ചിട്ടുള്ളത്? എന്തായാലും അവൾ അന്നങ്ങനെ പറഞ്ഞതല്ലേ, എടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു പ്രയത്തിലും ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ബെല്ലെടുത്ത് ഇങ്ങനെ അടിക്കുന്നത് പെട്ടെന്ന് കാണിക്കുമ്പോൾ അവന്റെ പുറകില് ആ ഒരു ബെൽ ബോയുടെ ഗോസ്റ്റ് അങ്ങനെ വന്ന് നിൽക്കാണ്. അപ്പൊ ടെഡിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. ആ ഒരു ബെൽ ബോയ് എന്തായാലും ടെഡിനെ കൊല്ലാൻ പോവാണ്. സത്യത്തില് ഈ ഒരു പാഴ്സൽ ഇവിടേക്ക് അയച്ചതേ ഡാർസിയാണ്. കാരണം അവൾ ഈ ഒരു വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു ഇതെല്ലാം ചെയ്തത് നമ്മുടെ ടെഡ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ വീടിനകത്തേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ അവള് ടെഡിനെ കൊല്ലുന്നതിന് മുന്നേ അവൻ അവളെ കൊന്നു കഴിഞ്ഞാലേ അവളുടെ പ്ലാൻ എല്ലാം പൊളിയും, അവൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആൾറെഡി തന്നെ ഈ ഒരു പാഴ്സൽ അവന്റെ വീട്ടിലേക്ക് വരുന്ന രീതിയിൽ അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഈ ഒരു പാഴ്സൽ ഇവിടേക്ക് വരുന്നതും അവന് കാര്യം അറിയാതെ ഈ ഒരു ബെല്ലെടുത്ത് അടിക്കുമ്പോൾ അവന്റെ കാര്യം എന്തായാലും കഴിഞ്ഞു. അതോടെ ഓടിച്ചെന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.